കൈനകരി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മുട്ടേൽപ്പാലം കുപ്പപ്പുറം റോഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കുട്ടനാടിന് പൊതുമരാമത്ത് വകുപ്പ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. നെടുമുടി കുപ്പപ്പുറം മുതൽ വേമ്പനാട്ട് കായൽ തീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വളരെയേറെ ആഹ്ലാദകരമായ ദിനമാണിന്ന്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് 7 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 1, 2 അല്ല 7 മങ്കൊമ്പ് കാവാലം വികാസ് മാർഗ് റോഡ്, വേഴപ്ര ചർച്ച് റോഡ്, ചമ്പക്കുളം കോയിൽമുക്ക് റോഡ്, മുട്ടാർ സെൻട്രൽ റോഡ്, രാമരാജപുരം ലിസിയോ റോഡ്, നെടുമുടി കുപ്പപ്പുറം റോഡിൻ്റെ മുട്ടേൽപ്പാലം മുതൽ കുപ്പപ്പുറം വരെ വെള്ളക്കെട്ട് ഭാഗങ്ങൾ ഉയർത്തി റോഡ് നവീകരണം എന്നിങ്ങനെയാണ് പദ്ധതികൾ. ഈ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ടു. നെടുമുടി കുപ്പപ്പുറം റോഡിൻ്റെ വേമ്പനാട്ട് കായൽ തീരം വരെ ലാസ്റ്റ് റീച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തിക്കും ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എല്ലാ പദ്ധതികളും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 20 കോടിയോളം രൂപയുടെ പ്രവൃത്തി ഇവിടെ മാത്രം പൂർത്തിയാക്കിയിരിക്കുന്നു. 5 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുള്ള നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കുട്ടനാട് നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് ഗുണം ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. AC റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തി നിൽക്കുകയാണെന്നും പദ്ധതി വഴി റോഡിന്റെ ഭൂരിഭാഗം മേഖലകളെയും വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7.5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതകളും സംസ്ഥാന പാതകളും ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളുമെല്ലാം നവീകരിക്കപ്പെടുകയാണ്. കേരളത്തിനെ പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷനായിരുന്നു. കൈനകരിയിലുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും വെള്ളമെത്തിക്കാനും അവിടെ വീട് വെള്ളം കയറാതെ മഴ വീഴാതെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്, ഈ പഞ്ചായത്തിനുണ്ട്, നമുക്കുണ്ട്. അതിനെ പൂർണ്ണമായി അതിന്റെ പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് 2ാം കുട്ടനാട് പാക്കേജ് ഏറ്റവും ശക്തമായ ലെവലിൽ 100 കോടി രൂപ 2ാം കുട്ടനാട് പാക്കേജിൽ നിന്നാണ് അനുവദിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തി മുന്നോട്ട് തന്നെ പോകും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, സ്ഥിരം സമിതി അധ്യക്ഷൻ KA പ്രമോദ്, മുൻ MLA CK സദാശിവൻ, പൊതുമരാമത്ത് AXC ഗൗരി കാർത്തിക, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 4.57 കോടി രൂപ വിനിയോഗിച്ചാണ് മുട്ടേൽപ്പാലം കുപ്പപ്പുറം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2023-24 ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 4.5 കോടി രൂപ വിനിയോഗിച്ചാണ് 789 മീറ്റർ നീളത്തിൽ നെടുമുടി കുപ്പപ്പുറം മുതൽ വേമ്പനാട് കായൽ തീരം വരെയുള്ള റോഡ് നിർമ്മിക്കുന്നത്. റോഡിന് സമീപത്തുള്ള ചാലുകളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് സംരക്ഷണ ഭിത്തികൾ, കൾവട്ട് തുടങ്ങിയവയും നിർമ്മിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം നിയമനം നടത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആർദ്രം മിഷനിലൂടെ സംസ്ഥാനത്താകെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ലോക നിലവാരത്തിലേക്ക് ആശുപത്രികളെ ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2019-20 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ട് 40 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ മുളക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ആരോഗ്യരംഗത്ത് കേരളം ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. പൊതു ആരോഗ്യരംഗത്ത് വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് 2016-ൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആർദ്രം മിഷൻ ആരംഭിക്കുന്നത്. പദ്ധതിയിലൂടെ സംസ്ഥാനത്താകെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും ലോക നിലവാരത്തിലേക്ക് ആശുപത്രികളെയെല്ലാം ഉയർത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ആർദ്രം പദ്ധതിയിലൂടെ വലിയ തരത്തിലുള്ള ഒരു മാറ്റമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ചത് ഈ കഴിഞ്ഞ 7 വർഷം. 6500ഓളം ഡോക്ടർമാരും നഴ്സുമാരെയും സ്റ്റാഫിനെയും PSC വഴി ആരോഗ്യ മേഖല നിയമിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന്റെ ശരാശരി കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ച സംസ്ഥാനങ്ങൾ. ഏറ്റവും ആരോഗ്യ മേഖലയ്ക്ക് അത്രയും പരിഗണന കൊടുക്കുക. കാർഷിക മേഖലയിൽ 2000 ടൺ നെല്ലാണ് പുതുതായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. സമൃദ്ധി വഴി മികച്ച പ്രവർത്തനമാണ് നമ്മുടെ മണ്ഡലത്തിൽ നടന്നത്. ഊരിക്കടവ് പാടം ഉൾപ്പെടെ എല്ലാ പാടശേഖരത്തും, ചാങ്ങപ്പാട് ഉൾപ്പെടെ എല്ലാ പാടശേഖരത്തും കോടിക്കണക്കിന് രൂപ മുടക്കി കൃഷി ഇറങ്ങി. ഞാൻ MLA ആകുമ്പോൾ 2000 ഹെക്ടർ സ്ഥലം തരിശ് വെള്ളക്കെട്ടായിരുന്നു. ഇന്ന് 90% കൃഷി ഇറക്കാം.
അതിൻ്റെ ഫലമായി നെല്ലുൽപാദനത്തിൽ നമ്മൾ വലിയ അതുകൊണ്ടാണ് കുട്ടനാട് റൈസ് പാർക്ക് മുളക്കടിക്ക് വരുന്നത്. 67 കോടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പുതിയ കെട്ടിടം നിർമ്മിച്ച മണ്ഡലമായി 5 വർഷം കൊണ്ട് ചെങ്ങന്നൂർ മാറി. 100 കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ജില്ലാ ആശുപത്രി നിർമ്മിക്കുകയാണ്. മുളക്കുഴ സബ് സെന്ററിനായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ആയുർവേദ ഹോമിയോ ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. മുളക്കുഴ PHCയിൽ പുതിയ കെട്ടിടത്തിനായി 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് രമാമോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലത മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR രാധാബായി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ, ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ നഗരത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയെടുക്കാനുള്ള നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തു വരികയാണെന്ന് AM ആരിഫ് MP. നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുമ്പുപാലം, നടപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ പട്ടണത്തിന്റെ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നു വരികയാണ്. 1ാം പിണറായി സർക്കാർ കാലത്ത് വിഭാവനം ചെയ്ത മുസരീസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആലപ്പുഴ നഗരത്തിന്റെ മുഖച്ഛായ മാറും. ലൈറ്റ് ഹൗസിന്റെ പൈതൃക ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ സമാന്തരമായി ലിഫ്റ്റ് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശങ്ങൾ ഏകീകൃത രീതിയിൽ മോടിയാക്കും. പാർക്ക് സ്ഥാപിച്ച് നഗരം നവീകരിച്ച് അക്ഷരാർത്ഥത്തിൽ വിനോദസഞ്ചാര നഗരമാക്കി ആലപ്പുഴയെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുവരികയാണെന്നും MP പറഞ്ഞു. ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയിലെ മുനിസിപ്പൽ ഓഫീസ് വാർഡിനെയും മുല്ലയ്ക്കൽ വാർഡിനെയും ബന്ധിപ്പിച്ച് കൊമേഴ്സ്യൽ കനാലിന് കുറുകെ നഗരത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കും വിധം പുരവഞ്ചിയുടെ ആകൃതിയിൽ ഡിസൈൻ ലൈറ്റിംഗ് സംവിധാനത്തോടെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 55 ലക്ഷം രൂപയും നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വെളിയനാട് പഞ്ചായത്ത് 2ാം വാർഡിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. KCV ന്യൂസ് പ്രതിനിധികളായ ജോമോൻ കാവാലവും അജി ദാമോദറും പ്രദേശവാസികളെയും ജനപ്രതിനിധിയെയും കണ്ട് പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർ കേട്ടതും കണ്ടതുമായ ദുരിതങ്ങളിലേക്ക്. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഗാർഹിക കണക്ഷനുകളും പൊതു ടാപ്പുകളും ഉണ്ട്. ഗാർഹിക കണക്ഷനുള്ളവർ ബില്ല് അടയ്ക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് വെള്ളം ഉപയോഗിക്കണമെങ്കിൽ, കുടിവെള്ളം വളരെ ക്ഷാമമാണ് ഇവിടെ. കുടിവെള്ളം ഉപയോഗിക്കണമെങ്കിൽ ലിറ്ററിന് 1 രൂപയ്ക്ക് മേളിൽ കൊടുത്താണ് ഇവർ കുടിവെള്ളം വിലയ്ക്ക് മേടിച്ചാണ് ഉപയോഗിക്കുന്നത്. അവരുടെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ കുറച്ച് കുടുംബശ്രീ പ്രവർത്തകർ ഒരു ചെറിയ സംരംഭം, ഒരു ചെറിയ ബേക്കറി പോലെ തുടങ്ങിയിരിക്കുകയാണ്. അവർക്കും വെള്ളം തന്നെയാണ് മുഖ്യമായ പ്രശ്നം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾക്ക് 2 ദിവസം ഞങ്ങളുടെ ഈ കട ലൈവായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടണേ. ഞങ്ങൾക്ക് 2 ദിവസത്തേന് 500 ലിറ്റർ വെള്ളം ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. ഈ ഫുഡ് പാകം ചെയ്യുന്നതിനും കുടിവെള്ളം വയ്ക്കുന്നതിനുമായിട്ട് മാത്രം. പിന്നെ അല്ലാതെ കുപ്പിവെള്ളങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഇറക്കുക, അല്ലാതെ കുടിക്കാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3 ദിവസത്തേന് ഞങ്ങൾക്കൊരു 700-750 രൂപയുടെ അടുത്ത് ഈ വെള്ളത്തിന് വേണ്ടി തന്നെ ചിലവാകുന്നുണ്ട്. ഈ പണിയും വേലയില്ലാത്തവർ ഓരോ 3 കുപ്പി വെള്ളം എടുക്കാൻ പൈസ വേണ്ടേ? കുപ്പിവെള്ളം മേടിച്ച് കഴിക്കാനുള്ള പ്രാണിയുള്ളവരല്ല നമ്മൾ. അല്ല, ഇത് ആറ്റിലെ വെള്ളം എടുത്തില്ല ഇപ്പം കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കുന്നത്. ആറ്റിലെ വെള്ളത്തിൽ ഞങ്ങൾക്ക് ആറ്റിലെ വെള്ളവും കിട്ടുന്നില്ല, കുടിവെള്ളവും കിട്ടുന്നില്ല. വിലയ്ക്ക് 500 രൂപ 550 രൂപ കൊടുത്ത് 400 ലിറ്റർ വെള്ളം ഞങ്ങൾ മേടിച്ചാൽ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഞങ്ങൾക്ക് ഹൗസ് കണക്ഷൻ കിട്ടിയിട്ടും ഒരാഴ്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. 5 മാസം 6 മാസം കാശും വാട്ടർ അതോറിറ്റി മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കിട്ടിയിട്ടില്ല. വെളിയനാട് പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ് സനൽകുമാർ. മെമ്പറെ, നമ്മുടെ ഈ കാലാകാലങ്ങളിൽ ഇതുപോലെ ചൂട് കൂടുന്ന സമയത്തും ഓര് വരുന്ന സമയത്തും ഒക്കെ വള്ളങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ വണ്ടിയിലുമൊക്കെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ട്, പലരും വീട്ടിലും പൈപ്പ് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അവർക്കൊന്നും വെള്ളം വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? പമ്പിങ് നടക്കാത്തതുകൊണ്ടാണോ അതോ ഇതിലെയുള്ള പൈപ്പ് ലൈൻ എന്തെങ്കിലും തകരാറ് വന്നിട്ടാണോ? ബന്ധപ്പെട്ട അധികാരികളെയെല്ലാം രേഖാമൂലവും മാസ് പെറ്റീഷനും അയച്ചിട്ടും കൂടി ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക്, വെളിയനാട് ഏരിയയിലേക്ക് വെള്ളം വരാത്തതിനാൽ ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാരെയും കൂട്ടി
ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ജനകീയ കൂട്ടായ്മ കിടങ്ങറ വാട്ടർ അതോറിറ്റിയിലും വേണ്ടി വന്നാൽ എടത്തുവായിലേക്കും സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരായ ഞങ്ങളുടെ ഏകീകൃതമായിട്ടുള്ള തീരുമാനം. പൈപ്പ് കണക്ഷൻ ആയിട്ടുണ്ട്, മീറ്ററും സ്ഥാപിച്ചിട്ടുണ്ട്, മീറ്റർ റീഡാകുന്നുമുണ്ട്, ബില്ല് അടയ്ക്കുന്നുമുണ്ട്, പക്ഷേ വെള്ളമില്ല. ശക്തമായ സമരവുമായി കിടങ്ങറ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ഈ വെളിനാട് നിവാസികൾ ഒന്നടങ്കം, അത് രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം സമരവുമായി അവർ മുന്നോട്ട് പോകും. അല്ലാതെ ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. ഈ സമരം അല്ലാതെ ഇവർക്ക് ഇതിനു മുന്നിൽ വേറൊരു മാർഗ്ഗമില്ല. ഒരു സമരത്തിലേക്ക് ഇവരെ തള്ളിവിടരുത് എന്നാണ് ഇവിടുത്തെ നിവാസികൾ പറയുന്നത്. പക്ഷേ ശക്തമായ സമരമായിട്ട് അവർക്ക് പോകാതെ ഒരു നിവൃത്തിയുമില്ല. ക്യാമറാമാൻ അജി ദാമോദറിനൊപ്പം KCV ന്യൂസിന് വേണ്ടി ജോമോൻ കാവാലം. 2020 വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ച കുട്ടനാട്ടിലെ എല്ലാ കുടുംബങ്ങൾക്കും ദുരിതാശ്വാസ തുക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ജെയ്സപ്പൻ മത്തായിയുടെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ പ്രതിഷേധ സംഗമം നടത്തി. ഇനിയും 8372 കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസ തുകയായ 3800 രൂപ വീതം കിട്ടാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഹൈക്കോടതിയിൽ കേസ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിലെ 43,538 കുടുംബങ്ങൾക്ക് 3,800 രൂപ വീതം 2020 പ്രളയ ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചതെന്ന് ജെയ്സപ്പൻ മത്തായി പറഞ്ഞു. ഇനിയും 8372 വീട്ടുകാർക്ക് കൂടി ഈ തുക കിട്ടാനുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. അതേസമയം ദുരിതാശ്വാസ തുക വാങ്ങിക്കൊടുക്കാൻ തോമസ് കെ തോമസ് MLA ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് ജെയ്സപ്പൻ മത്തായി കുറ്റപ്പെടുത്തി. 6,447 കുടുംബങ്ങൾ കൂടി ഇനി കാണാനുണ്ട്. തുക 2,44,86,600 രൂപ കാണുകയും വേണം. ഇവർ പറയുന്നു 83 ലക്ഷം രൂപ മാത്രമേ ഉള്ളെന്ന്. ബാക്കി തുക എവിടെ? 2,44 ലക്ഷം രൂപ എവിടെ? ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയത് ഉദ്യോഗസ്ഥന്മാരുടെ വീട് മോടി പിടിപ്പിക്കുന്നതിന് പണം അനുവദിപ്പിക്കാനല്ല. ഈ രാജ്യത്തെ ഈ കുട്ടനാട്ടില് അർഹതപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അർഹത നിഷേധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ആ അർഹതയ്ക്കെതിരെ പോരാടേണ്ടതുണ്ട്. തകർന്നു പോകുന്ന കുട്ടനാടിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർ, നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തത്. സമരസമിതി ഭാരവാഹികളായ അലക്സ് മാത്യു, രവീന്ദ്രൻകുട്ടി കളങ്ങര, ജോയിപ്പാൻ കാവാലം, ജോബി കണ്ണമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ KP നാരായണപിള്ള പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. ഒരു വനിത ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം അവർ സമൂഹത്തിന്റെ മുന്നിൽ പെരുമാറേണ്ടത്? നമ്മുടെ പോരായ്മകളുടെ വശങ്ങളല്ല ചിന്തിക്കേണ്ടത്, നന്മകളുടെ വശങ്ങൾ ചിന്തിക്കണം. കാരണം ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യമാവുന്നത് വനിതകൾ വിചാരിച്ചാൽ. നമുക്കറിയാം, ദീർഘകാലം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ രാജ്യമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സമൂഹം ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം. അതുപോലെ ആയിരിക്കണം ഓരോ സ്ത്രീകളും. കരുത്തിന്റെ അടയാളങ്ങളാണ്, സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്, സഹവർത്തിത്വത്തിന്റെ അടയാളങ്ങളാണ്, പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനത്തില് ആത്മാർത്ഥമായിട്ട് ഏർപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കണം സ്ത്രീ. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ ദുർഗ NSS ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസന്ന മോഹൻ അധ്യക്ഷയായിരുന്നു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് ഫിലോസഫി വിഭാഗം മുൻ മേധാവി പ്രൊഫസർ T. ഗീത മുഖ്യപ്രഭാഷണം നടത്തി. ജലാശയത്തിൽ മുങ്ങിത്താണ വീട്ടമ്മയെ രക്ഷിച്ച് തലവടി 1589 നമ്പർ NSS കരയോഗ അംഗമായ കനകധാരയിൽ ബിന്ദു ജയകുമാറിനെ ചടങ്ങിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ആദരിച്ചു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S. സുജാത രചിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിംഗ് ബിയോണ്ട് ദി ഏജസ്
എന്ന പുസ്തകത്തിന്റെ കരയോഗതല വിതരണ ഉദ്ഘാടനം താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ നായർക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ KP. നാരായണപിള്ള നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി MG. അശോക് കുമാർ, വനിതാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി മഞ്ജു ജയൻ, ട്രഷറർ ഷേർലി അനിൽ എന്നിവർ സംസാരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം. മൺപാത്ര നിർമ്മാണ സമുദായ സഭ ചങ്ങനാശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമര പരിപാടി. ശനിയാഴ്ച വൈകുന്നേരം 6-ന് പുഴവാതിൽ നിന്നുമാണ് മെഴുകുതിരി തെളിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രകടനം KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. സിദ്ധാർത്ഥന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം സംബന്ധിച്ച് CBI അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണെന്ന് മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം T. പ്രദീപ് പറഞ്ഞു. അതേസമയം പ്രതികളെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ നെടുമങ്ങാട് ശാഖയിലെ അംഗമായ ശ്രീ സിദ്ധാർത്ഥ് കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി അതിദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ന് ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ പൈശാചികമായ രീതിയിൽ ഇന്ന് കലാലയ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു കൊലപാതകമാണ്. 3 ദിവസം അദ്ദേഹത്തെ പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ വളരെ ക്രൂരമായിട്ട് തന്നെ ഇതിനെതിരെ ശബ്ദിക്കുക എന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പറയാനോ പ്രവർത്തിക്കാനോ തന്നെ സമുദായത്തിലെ പ്രവർത്തനത്താനോ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാ ശാഖാതലങ്ങളിലും സംസ്ഥാന തലം ഒട്ടാകെ ഇതുപോലെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് നീതി ലഭിക്കുന്നിടം വരെ. എന്നാലും ഇന്ന് മുഖ്യമന്ത്രി CBI കോടതി അന്വേഷിപ്പിക്കണമെന്ന് വളരെ ഊർജിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേതായാലും ഞങ്ങൾ മുഴുവനും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സംഘടനാ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് വിനായക് വിനോദ്, സെക്രട്ടറി കണ്ണൻ ഹരി, ട്രഷറർ വിഷ്ണു അനിൽകുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ഗിരിജ സുരേഷ്, സെക്രട്ടറി രാധാമണി സുരേഷ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടങ്ങളിൽ പൊതിച്ചോറ് വിതരണം നടത്തി. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രം, ഇലിഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം, മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം പൊതിച്ചോറ് വിതരണം നടത്തിയത്. ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം G. ആതിര ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ചടങ്ങിൽ അമ്മമാരെ ആദരിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി കമ്മിറ്റി അംഗം സജിത് നായർ, സിസ്റ്റർ ചെറുപുഷ്പം, N. മത്തായി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രതി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹൻ, മാന്നാർ ശ്രീലക്ഷ്മി ഫിനാൻസ് ആൻഡ് ചിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ KC ബിന്ദു, S. സുഭാഷ് ബാബു, ഗാന്ധിഭവൻ വനിതാവേദി പ്രസിഡന്റ് സൂസമ്മ ബെന്നി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാന്നാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം KC പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് മണ്ണാരേത്ത്, ഡോക്ടർ ഡിജി, സലീം ചാപ്രായിൽ എന്നിവർ നേതൃത്വം നൽകി. വരയുടെ ലോകത്ത് വർണ്ണം ചാലിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുകയാണ് നിഷ രമേശ് എന്ന 44-കാരി. 3 മാസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ പ്രാണനാഥൻ രമേശിന്റെ ഓർമ്മകളുടെ കരുത്തിലാണ് നിഷയുടെ ജീവിതം. മാന്നാർ, ബുധനൂർ, എണ്ണക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡരികിലെ മതിലുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യങ്ങൾ വരയ്ക്കുകയാണ് തിരുവല്ല തിരുമൂലപുരം വാര്യന്തറയിൽ നിഷ രമേശ്. 22-കാരനായ മകൻ അശ്വിനുമുണ്ട് അമ്മയ്ക്കൊപ്പം. തിരുവല്ലയിലെ സ്വകാര്യ വസ്ത്രവ്യാപാരശാലയുടെ പരസ്യങ്ങളാണ് നിഷയും അശ്വിനും മതിലുകളിൽ എഴുതുന്നത്. രമേഷിനൊപ്പം വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന കലാകാരന്മാരായ രാജൻ ചുമത്ര, കൊച്ചുമോൻ ആഞ്ഞിലിത്താനം, രാജേന്ദ്രൻ, നിബു എന്നിവരും നിഷയ്ക്കും മകനുമൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. അറിയപ്പെടുന്ന ചിത്രകാരനായിരുന്ന പരേതനായ VN രമേഷ് കുമാറിന്റെ ഭാര്യയാണ് നിഷ. തിരുവല്ല മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തോന്നിയ പ്രണയം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് 1997 ജനുവരി 24-ന് നിഷയെയും രമേഷിനെയും രജിസ്റ്റർ വിവാഹത്തിലെത്തിച്ചു. ഏറെ സന്തോഷം നിറഞ്ഞ 26 വർഷത്തെ വിവാഹ ജീവിതത്തിൽ 2 ആൺമക്കളെ സമ്മാനിച്ച് 3 മാസങ്ങൾക്ക് മുമ്പ്
അപ്രതീക്ഷിതമായി തന്റെ പ്രിയതമൻ വിട പറയുമ്പോൾ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കാൻ നിഷ തയ്യാറല്ലായിരുന്നു. രമേശിന്റെ കൂടെ വല്ലപ്പോഴും സൈറ്റുകളിൽ പോയി ലഭിച്ച പരിചയത്തിൽ നിന്നും വരയുടെ ലോകത്തേക്ക് നിഷ പിച്ചവെച്ച് കയറുമ്പോൾ കരുത്തു പകർന്നത് രമേശിന്റെ ഓർമ്മകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളൊരു മരണമെന്ന് പറഞ്ഞാൽ നവംബർ 11-ാം തീയതിയാണ് പുള്ളി മരണപ്പെടുന്നത്. അന്നും പുള്ളി വർക്കിന് പോയിട്ട് തിരിച്ച് വന്ന് പെട്ടെന്നൊരു വയ്യാഴി പോലെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അന്നത്തെ രാത്രി പുള്ളി മരണമടയുകയും ചെയ്തു. അപ്പം പെട്ടെന്നുള്ള പുള്ളിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനെ ആകപ്പാടെ മാറ്റിമറിച്ചു. അപ്പം പുള്ളിയുടെ ആ നിർജ്ജീവമായ ശരീരത്തിൽ നിന്നാണ് വീണ്ടും എനിക്കിങ്ങനൊരു വീണ്ടും ഒരു ആർട്ട് വർക്കിലേക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു എന്താ പറയുക ഒരു ചിന്ത വന്നത്. കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹവും പിന്നെ നമ്മുടെ ഉപജീവനവുമാണ് അതിൻ്റെ. ഞങ്ങൾക്കിപ്പോൾ അത് ചെയ്യാനൊരു പ്രേരക ശക്തി പുള്ളി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തിയൊരു മേഖലയുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ കൂടെ ദൈവവും കൂടെ ചേട്ടൻ്റെ ഒരു അനുഗ്രഹവും ഉണ്ടാകും. അച്ഛന്റെ മുഴുവൻ കഴിവുകളും ദൈവിക സിദ്ധി പോലെ ഒരു വരദാനമായി ലഭിച്ച മൂത്ത മകൻ അശ്വിൻ രമേശിന്റെ ചിറകിലേറിയാണ് നിഷ വരയെ വർണ്ണാഭമാക്കുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 3D ആനിമേഷൻ വിദ്യാർത്ഥിയാണ് അശ്വിൻ. 9ാം ക്ലാസ് വിദ്യാർത്ഥി സന്നു ഗിഫ്റ്റ് രമേശാണ് നിഷ രമേശ് ദമ്പതികളുടെ ഇളയ മകൻ. ഏറെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിരുന്ന ഭർത്താവ് രമേശിന്റെ സ്മരണാർത്ഥം കലാകാരന്മാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സ്ഥിരമായി ചിത്രപ്രദർശനങ്ങളും ആർട്ട് സ്കൂളും നടത്തണമെന്നാണ് നിഷ രമേശിന്റെ ആഗ്രഹം. രമേശിന്റെ ചിത്രങ്ങൾ ഒരു അമൂല്യനിധിയായി കാത്തുസൂക്ഷിക്കുന്ന നിഷ രമേശ് എൻ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ വരയും കവിതയും പ്രചരിപ്പിക്കുകയാണ്. കല്ലൂർക്കാട് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാളിന് കൊടികയറി. ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിലിരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മുഖത്തിനും വിശുദ്ധ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. വൈകുന്നേരം 4-ന് യൗസപിതാവിനോടുള്ള ജപമാല നടത്തി. 4:30 കൊടിയേറ്റ്. കൊടിയേറ്റിന് ശേഷം നടത്തിയ വിശുദ്ധ കുർബാന, പ്രസംഗം, മധ്യസ്ഥ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ബസിലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പുതുവീട്ടിൽക്കളം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 18-ാം തീയതി വരെ വൈകുന്നേരത്തെ കർമ്മങ്ങൾ 4-ന് യൗസപിതാവിനോടുള്ള ജപമാലയോടെ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. മാർച്ച് 19-നാണ് പ്രധാന തിരുനാൾ ദിനം. അന്നാണ് വിശുദ്ധ ഔസേപിതാവിൻ്റെ ഊട്ടുനേർച്ചയും മുത്തിയൂട്ട് എന്നറിയപ്പെടുന്ന കുട്ടികളുടെ ചോറൂട്ടും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.